ഇത് തീർച്ചയായിട്ടും രക്തവാത രോഗികളെല്ലാം പൊതുവെ കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അതായത് നമുക്ക് നീരുണ്ടാവും, പ്രധാനമായിട്ട് നീര് തോന്നാം. അതല്ലെങ്കിൽ നിങ്ങൾ പറയാറില്ലേ പാദത്തിന്റെ അടിയിലൊക്കെ ചുട്ടുനീറ്റം അനുഭവപ്പെടാറുണ്ടെന്ന് പറയാറുണ്ട്. അതുപോലെ സന്ധികളിലൊക്കെ, പ്രത്യേകിച്ച് ചെറിയ ചെറിയ കൈവിരലുകൾ, കാൽവിരലുകളിലൊക്കെ ഉള്ള ചെറിയ സന്ധികളിൽ നീർക്കെട്ടുണ്ടാവാം, കലശലായ വേദന ഉണ്ടാവും. അതുപോലെ തന്നെ സന്ധ്യാസമയങ്ങളിലായിരിക്കും കൂടുതൽ സമയത്ത് ചെറുങ്ങനെ പനിക്കോള് തോന്നാറുണ്ട്. വായ്ക്ക് കയ്പ്, രുചിയേറിയ പനി തോന്നുക, സന്ധ്യയാകുമ്പോൾ ഒരു പനി, രാപ്പനി എന്നൊക്കെ പറയാറില്ലേ നിങ്ങൾ. അതും ഈ രക്തവാത രോഗത്തിൽ പൊതുവെ കാണിക്കുന്ന ലക്ഷണങ്ങൾ. അപ്പൊ ഈ നീരുണ്ടാവും, വേദന ഉണ്ടാവും, ചെറിയ സന്ധികളിലാണ് വേദന ഉണ്ടാവുക. രാത്രിയിൽ ചെറുങ്ങനെ പനിക്കോളുണ്ടാവും, വായ്ക്ക് രുചിയേറിയ ചെറുങ്ങനെ ഒരു കയ്പ് രസമൊക്കെ അനുഭവപ്പെടാം. സന്ധ്യയാകുമ്പോൾ ഒരു ഉൾക്കുള്ളിലോട് കൂടി ഒരു പനി, തണുപ്പൊന്നും കാറ്റും ഫാനും എ സിയൊന്നും അധികം പറ്റില്ല, തണുത്ത വെള്ളം പറ്റില്ല, അല്ലെ? ഇങ്ങനെയൊക്കെ കാണിക്കാറില്ലേ? ഇതൊക്കെ രക്തവാതത്തിന്റെ ലക്ഷണ. ഇത്തരക്കാരാണ് നിങ്ങൾ രക്തപരിശോധനയിൽ നിങ്ങൾ RA ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കാം, അതല്ലെങ്കിൽ ESR ഹൈ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞു വരാറില്ലേ? ഈ രോഗാവസ്ഥ നമ്മൾ രക്തവാതത്തിലാണ്. വാദശോണിതം എന്ന ആയുർവേദ ഗ്രന്ഥങ്ങൾ അഷ്ടാംഗഹൃദയത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള വാദശോണിതം, അതായത് രക്തവാതത്തിനാണ് ഇതിന് ഇവിടെ ചികിത്സിക്കേണ്ടത് പൊതുവെ. ഓക്കെ, ഇതിന്റെ ലക്ഷണങ്ങൾ മാറി മാറി വരാം. ഈ രോഗാവസ്ഥ കൂടുതലായിട്ടും ഒരു 25-നും 45-നും ഇടയ്ക്കുള്ളവരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഒക്കെ കൂടുതൽ കേട്ടോ, എല്ലാവരിലും കാണുന്നുണ്ട്. കൂടുതൽ പേർക്കും ഒരു 25 മുതൽ 45-50 വയസ്സ് വരെയുള്ളവർക്കാണ് കൂടുതലായിട്ട് ക്ലിനിക്കിൽ വരുന്ന രോഗികളുടെ ഒരു എണ്ണം പരിശോധിച്ചാലേ കൂടുതൽ പറയാണ്. അതുപോലെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് ഈ രോഗാവസ്ഥ കൂടുതലായിട്ട് കാണുന്നത്. പുരുഷന്മാർക്കും കാണുന്നുണ്ട്. ഇത്തരക്കാരോടൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇനി പറയുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കാനായിട്ട് പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്തവാദം എന്ന് പറയുമ്പോൾ ഇതൊരു വാദസംബന്ധമായ രോഗം തന്നെയാണ്. വാദദോഷം വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ സന്ധികളിലൊക്കെ വേദന ഉണ്ടാവണേ. ഒപ്പം തന്നെ ഇവിടെ രക്തധാതു ദൂഷിക്കുന്നുണ്ട്, പിത്തദോഷവും വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ രക്തധാതുവും പിത്തദോഷവും വർദ്ധിക്കുന്നുള്ളതുകൊണ്ട് അധികം ചൂടുള്ള സംഗതികൾ പാടില്ല. വാദദോഷത്തിന്റെ അനുബന്ധം ഉള്ളതുകൊണ്ട് അധികം തണുപ്പുള്ളതും പറ്റില്ല. അതാണ് ഈ രോഗത്തിന്റെ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പോ ഈ അവസ്ഥയിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പൊതുവെ ഒഴിവാക്കാനായിട്ട് പറയാറുള്ളത് കോഴിയും കോഴിമുട്ടയും അച്ചാറും കട്ടത്തൈരും എണ്ണയിൽ വറുത്ത സാധനങ്ങളും ഉപ്പും എരിവും പുളി എണ്ണയൊക്കെ കുറയ്ക്കാനായിട്ട് പറയാറുണ്ട്. കാരണം ഈ ഉപ്പും എരിവും പുളി എണ്ണയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രക്തദുഷ്ടി ഉണ്ടാവും, പിത്തദോഷം വർദ്ധിക്കും, അതുവഴി നീർക്കെട്ട് കൂടും, വേദന കൂടും. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കലാണ് ആദ്യപടി. പിന്നെ നമുക്ക് ഈ പിത്തദോഷത്തിന്റെ അനുബന്ധം ഉള്ളതുകൊണ്ട് ഇവിടെ തീർച്ചയായിട്ടും ഒരു വിരേചനം, വയറിളക്കല് അനിവാര്യമാണ്. അപ്പൊ അതുകൊണ്ട് വയറിളക്കാനായിട്ട്, വയറ് ശുദ്ധിയാക്കുന്നതിനായിട്ട്, ഈ നീർക്കെട്ട് കുറയുന്നതിനും പിത്തദോഷം ശമിക്കുന്നതിനും വേണ്ടിയാണ് നിങ്ങൾക്ക് വിരേചന ഔഷധം നിർദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് മാത്രം കഴിക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഫലം കിട്ടാതെ വരും. ഓക്കെ, അപ്പൊ അതിനിപ്പോ ബൃഹത്രബിലായിരിക്കാം, ചിലപ്പോൾ അവിപത്തി ആയിരിക്കാം, ചിലപ്പോൾ അവയാചൂർണായിരിക്കാം. അത് അവസ്ഥാനുസരണം നിശ്ചയിച്ചിട്ടുണ്ടോ കൺസൾട്ടേഷൻ സമയത്ത് പറയാറുണ്ട്. പിന്നെ നമ്മൾ നിങ്ങളോട് പറയാറുണ്ട്, കൂടുതലായിട്ട് തൈലങ്ങൾ പറയുമ്പോൾ പിണ്ടതൈലം അതിൽ നിർദ്ദേശിക്കാറുണ്ട്. പിണ്ടതൈലം പൊതുവെ ഈ രക്തവാത സംബന്ധമായ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നതിന് സഹായിക്കാറുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾക്ക് രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച്, മറ്റ് ലക്ഷണങ്ങൾക്ക് അനുസരിച്ച് ഏതേത് സ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് രോഗാവസ്ഥ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്, അതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കുന്ന കഷായങ്ങൾക്കും അനുബന്ധമായിട്ട് ഉള്ള തൈലയോഗങ്ങൾ നിശ്ചയിക്കാറുണ്ട്. പൊതുവെ സഹചരാദിയോ കൊട്ടൻ ചുക്കാദിയോ രസതൈലോ പ്രപഞ്ചനോ ഒക്കെ വേണ്ടി വരാറുണ്ട്. ധന്വന്തരോ ദശമൂലാമൃതാദിയോ ഒക്കെ അവസ്ഥാനുസരണം മിക്സ് ചെയ്ത് ഇതിന്റെ കൂടെ പിണ്ടതൈലത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറയും. അപ്പൊ ആ തൈലം നിശ്ചയിക്കുമ്പോൾ എപ്പോഴും തൈലം തേച്ച് കുളിക്കാനായിട്ട് പറയാറില്ല. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം വൈകിട്ട് വെയിലാറിയതിനു ശേഷം ഒരു 4 മണിക്കോ 5 മണിക്കോ ശേഷം. പ്രത്യേകിച്ച് ഇപ്പൊ ഇനിയിപ്പോ ഈ വസന്ത ഋതു, ഗ്രീഷ്മ ഋതു കാലത്തൊക്കെ ചൂട് നല്ല കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് വെയിൽ നന്നായിട്ട് ആറി ചൂട് കുറഞ്ഞതിന് ശേഷം ഒരു 5 മണിയോ 6 മണിയോ ഒക്കെ ആയിട്ടായാലും മതി. ഈ തൈലം 2-3 തൈലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് തുല്യ അളവിൽ മിക്സ് ചെയ്ത് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് കഴുത്തിന് കീഴ് മേലൊട്ടാകെ തേച്ച് തലോടി ഒരു 1/2 മണിക്കൂർ ഇരിക്കുക. എന്നിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാനായിട്ട് പറയും. ഇരുട്ട് വീഴുന്നതിന് മുമ്പ് കുളി കഴിയും വേണം കേട്ടോ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ആ സമയത്ത് അധികം ചൂടും ഉണ്ടാവില്ല, എന്നാൽ തണുപ്പും ഉണ്ടാവില്ല, ഇരുട്ട് വീണിട്ടുണ്ടാവില്ല, വെയിലും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു സമയത്തായിരിക്കും എണ്ണ തേച്ച് കുളിക്കാനായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം. ഓക്കെ, അപ്പൊ ഒരു 1/2 മണിക്കൂറെങ്കിലും തൈലം തേച്ചിരിക്കും വേണം കേട്ടോ. അപ്പൊ പലരും നിങ്ങൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വന്ന് പറയാറുണ്ട്, ഡോക്ടറെ ഒരു 10 മിനിറ്റ് കൂടുതൽ സമയം കിട്ടില്ല, അപ്പൊ അതുകൊണ്ട് തൈലമേ തേച്ചില്ല എന്ന് പറയും. അത് വിട്ടിത്തരാ. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ് തൈലം തേച്ച് അപ്പൊ തന്നെ കുളിക്കുക. അപ്പൊ അത്രയെങ്കിലും ഒരു പ്രയോജനം കിട്ടല്ലോ. പിന്നെ ഈ തൈലം തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നന്നായിട്ട് സോപ്പും ഷാമ്പൂ ഇട്ട എണ്ണ കളയണ്ടെന്നേ. നമുക്ക് ഇത്തിരി മുൽഗാതി ചൂർണോ ചെറുപയർ പൊടിയോ കടലമാവോ ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താളിപ്പൊടി ഉപയോഗിച്ച് ഉരച്ച് കഴുകായിരിക്കും നല്ലത്. അപ്പൊ എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ ആ ചർമ്മം വൃത്തിയാവുകയും ചെയ്യും, ഒപ്പം തന്നെ ഈ തൈലത്തിന്റെ ഒരു അംശം അവിടെ കെടുക്കുകയും ചെയ്യും, നിലനിൽക്കുകയും ചെയ്യും. നമ്മൾ ഇത്രയും വില പിടിച്ച തൈലം ചൂടാക്കി പെട്ടെന്നല്ലേ, അപ്പൊ അതിന്റെ ആ ഗുണം അവിടെ നിലനിന്നോട്ടെ. അതിനുവേണ്ടിയാണ് ഈ ചെറുപയർ പൊടിയോ കടലമാവോ ഒക്കെ ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പിന്നെ നമുക്ക് ഈ രാവിലെ തൈലം തേച്ച് കുളിച്ചാലത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് തൈലം തേച്ച് കുളിച്ചിട്ട് നിങ്ങൾ പുറത്തൊക്കെ ജോലി ചെയ്യുക, വെയിലൊക്കെ കൊള്ളുന്നവരാണെങ്കിൽ ആ നീർക്കെട്ട് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ വൈകിട്ടുള്ള സമയം നിശ്ചയിക്കുന്നത്. അപ്പൊ ആ സമയത്ത് തൈലം തേച്ച് കുളിക്കുക. പിന്നെ അതുപോലെ ഉള്ളിലേക്ക് കഷായങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിപ്പോ രാസനാദി കഷായോ, പുനർനവാദി കഷായോ, ഗന്ധർവസാദി കഷായോ, അശ്വർഗം കഷായോ, സഹജരാദി കഷായോ, പുനർനവാദി കഷായോ, അമൃതോത്തരം കഷായോ, ദശമൂല രാസനാദി കഷായോ ഒക്കെ ആയിരിക്കും. അത് അവസ്ഥാനുസരണം കൺസൾട്ടേഷൻ സമയത്ത് ഡോക്ടർ നിശ്ചയിക്കും. ആ കഷായങ്ങളും ഉള്ളിലേക്ക് കൃത്യമായിട്ട് കഴിക്കണം. കഷായങ്ങളായിരിക്കും. കഷായത്തിലേക്ക് മേമ്പടി ഗുളികകൾ ഉണ്ടാവാം, അരിഷ്ടയോഗങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാവാം. ഇതെല്ലാം കൃത്യമായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ പദ്ധതി രക്തവാത രോഗിക്ക് വേണ്ടി വരും. ഇപ്പം തന്നെ ഭക്ഷണ നിയന്ത്രണം, ജീവിത രീതിയിൽ വരുത്തേണ്ടതായ വ്യത്യാസങ്ങൾ. കാരണം കാലാവസ്ഥയ്ക്ക് പോലും വളരെയധികം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു രോഗാവസ്ഥയാണ് രക്തവാതം. കാരണം നിങ്ങൾക്ക് അറിയാം, നല്ലപോലെ മഴ പെയ്യുന്ന ദിവസം, നല്ലപോലെ മഞ്ഞുള്ള ദിവസം, മഴക്കാറുള്ള ദിവസം ഒക്കെ നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ കൂടുന്നത് കാണാം. അതുപോലെ തന്നെ മനസ്സിനും നല്ല പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഇത്തിരി സ്ട്രെസ്, ടെൻഷൻ അടിക്കുക, ഉറക്കമുളയ്ക്കുക, ദേഷ്യം വരിക, സങ്കടപ്പെടുക, ഇത്തരം അവസ്ഥകളിലൊക്കെ ഈ രോഗലക്ഷണങ്ങൾ കൂടും. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക.
നടന്നുകൊണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 3 നേരം കൃത്യസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക, മരുന്നുകൾ കഴിക്കുക, വിശ്രമം ആവശ്യമാണ്, ലഘുവായിട്ടുള്ള വ്യായാമം ആവശ്യമാണ്. അതുപോലെ രാത്രി ഒരു 10 മണിക്ക് കിടക്കുക, ഒരു 6 മണിക്ക് എഴുന്നേൽക്കുക. രാത്രിയിൽ കൃത്യമായിട്ട് ഉറക്കം കിട്ടണം. ഉറക്കം തടസ്സപ്പെട്ടാൽ നിങ്ങൾക്ക് ശരീരത്തിൽ വാദം വർദ്ധിക്കും. വാദം വർദ്ധിക്കുമ്പോൾ ഈ പറഞ്ഞ രോഗലക്ഷണങ്ങളെല്ലാം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് രാത്രിയിൽ കൃത്യമായിട്ട് ഉറങ്ങണം. പകൽ ഉറങ്ങാനും പാടില്ല. പകൽ ഉറങ്ങിയാലും ഈ നീർക്കെട്ട് കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ പകലൊക്കെ ഉറക്കം വരുന്നവരുണ്ടെങ്കിൽ മുഖം കഴുകിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനായിട്ട് പറയും. ഞാൻ TV ഒക്കെ ഉറക്കം വെച്ച് ഹോളിൽ ഇങ്ങനെ നടന്നോ എന്ന് പറയും. പകൽ കിടന്ന് ഉറങ്ങാതിരിക്കാനായിട്ട്. പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറക്കം കിട്ടൂല. അപ്പൊ അതുകൊണ്ടാണ് പകൽ ഉറങ്ങരുതെന്ന് പറഞ്ഞത്. വൈകിട്ട് നിങ്ങൾ നേരത്തെ കയറി കിടന്നോ, നേരത്തെ എഴുന്നേറ്റോ കുഴപ്പമില്ല. ഇനിയിപ്പോ ഉറക്കത്തകരാറ് ഇതിനോടനുബന്ധിച്ചുള്ളവരുണ്ടാവും, ഉറക്കക്കുറവുള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു സമയത്ത് നിങ്ങൾ ഉറക്കം വരുന്നവരെ പുസ്തകം വായിക്കുക, ഉറക്കം വരുന്നവരെ TV കാണുക, ഉറക്കം വരുന്നവരെ വാട്സാപ്പ് നോക്കുക, ഇതൊക്കെ പറയാറുണ്ട്. അത് വേണ്ട. നിങ്ങളൊരു കൃത്യസമയം നിശ്ചയിക്കുക, ആ സമയത്ത് കയറി കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ആ സമയത്ത് പതിവായിട്ട് കിടക്കുമ്പോൾ ക്രമേണ പതുക്കെ ഉറക്കം വരും. നിങ്ങൾ ഇച്ചിരി പ്രയറും പ്രാർത്ഥനകളും അതുപോലെ നമ്മുടെ ശ്വാസഗതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കിടക്കുക, വിശ്രമിക്കുക, റിലാക്സ് ചെയ്യുക, യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം, ഇത്തരം സംഗതികളും ഇതിന് വളരെയധികം ഗുണം ചെയ്യും. കാരണം ഈ മനസ്സിന്റെ മാനസിക സമ്മർദ്ദങ്ങളും ഇത്തരം രോഗാവസ്ഥകൾ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ശാന്തമായ ഒരു മനസ്സ് വേണം. കൃത്യമായിട്ട് ലഘുവായ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവർ ഈറ്റിംഗ് വേണ്ട. എളുപ്പം ദഹിക്കുന്ന നന്നായിട്ട് പാചകം ചെയ്ത ആഹാരങ്ങളായിരിക്കും തീർച്ചയായിട്ടും അനുയോജ്യം. ഇത് പൊതുവെ പറയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനിയിപ്പോ ഓരോ വ്യക്തികളുടെയും ദോഷസ്ഥിതിയും ദേഹപ്രകൃതിയും വ്യത്യസ്തമാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഭക്ഷണ രീതികളും ജീവിത രീതികളിലും ഔഷധങ്ങളിലും ഒക്കെ വ്യത്യാസം വരും. അപ്പൊ അതിനാണ് ഒരു ആയുർവേദ കൺസൾട്ടേഷൻ എടുക്കാനായിട്ട് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നമ്മുടെ കൺസൾട്ടേഷൻ വേണ്ടവർ താഴെ കൊടുക്കുന്ന വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഇവിടെയും കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ മാത്രം വാട്സ്ആപ്പ് ചെയ്യുക. കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനായിട്ട് ആ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.